ഇതും നമുക്ക് HVACയുടെ ഒരു ഭാഗം തന്നെയാണ്, ഹീറ്റ് പമ്പ് സിസ്റ്റം. അപ്പോൾ നമുക്ക് പലപ്പോഴും ചുടുവെള്ളത്തിൻ്റെ ആവശ്യം വീടുകളിൽ എന്നും അനിവാര്യമാണ്. കാരണം പ്രത്യേകിച്ച് മഴക്കാലത്ത്. കാരണം എൻ്റെ വീട്ടിൽ സോളാറാണ്. മിക്കപ്പോഴും നമുക്ക് കാണാം, വൈഫ് പറയുന്നുണ്ടാവും മക്കളോട് രാത്രി ചുടുവെള്ളത്തിൽ കുളിക്കേണ്ട, പിറ്റേ ദിവസം രാവിലെ എൻ്റെ ഫാദറിന് പ്രത്യേകിച്ച് ഏജ്ഡ് ആൾക്കാർക്ക് ചുടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ പ്രിസർവ് ചെയ്യണം. രാത്രി നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലേക്ക് പച്ചവെള്ളം വരിക. അപ്പോൾ അതിനൊരു അബ്സല്യൂട്ട് സൊല്യൂഷനാണ് ഈ പറയുന്ന ഹീറ്റ് പമ്പ് സിസ്റ്റം. ഇത് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ 5 ബാത്റൂം വരെയുണ്ടെങ്കിലും എവറി അവർ നമുക്ക് റീപ്ലേസ് ആവും. ഒരു ഹാഫ് ആൻ അവർ തന്നെ ചുടുവെള്ളം റീപ്ലേസ് ആവും. എത്ര വേണമെങ്കിൽ നമുക്ക് ചുടുവെള്ളം കണ്ടിന്യൂസ് യൂസ് ചെയ്യാം. അതിനകത്തൊരു ബ്ലോക്ക് ഇല്ല. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ നിങ്ങൾക്ക് യു വിൽ ഗെറ്റ് അഗെയിൻ ഹോട്ട് വാട്ടർ. വലിയൊരു അഡ്വാൻറ്റേജ് ആണ്. വലിയ കോസ്റ്റും ഇല്ല. ഒരു സോളാർ സിസ്റ്റം ഇൻസ്റ്റാൾ ചെയ്യുന്ന അത്രയും തന്നെ വരുന്നുള്ളൂ. മെയിനായിട്ട് അഡ്വാൻറ്റേജ് ഇറസ്പെക്റ്റീവ് ടു എനി ക്ലൈമറ്റ്, സമ്മറോ വിൻ്ററോ ഹാർഡ് മഴ പെയ്യുന്ന സമയമാണെങ്കിലും ചുടുവെള്ളത്തിന് യാതൊരു കുറവുണ്ടാവില്ല. ഹീറ്റ് പമ്പ് ഈ കംപ്രസർ സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്നത്. AC-യുടെ അതേ കോൺസെപ്റ്റ് തന്നെയാണ്. ഇതിനകത്ത് ചുടുവെള്ളം ഇതിനകത്തേക്ക് ഇവിടുന്ന് പൈപ്പ് കണക്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഇത് വർക്ക് ചെയ്യുമ്പോൾ, ഹീറ്റ് പമ്പ് വർക്ക് ചെയ്യുമ്പോൾ ചുടുവെള്ളം റീപ്ലേസ് ചെയ്തുകൊണ്ടേയിരിക്കും. നമ്മൾ ടെറസിൽ ഇൻസ്റ്റാൾ ചെയ്യുക, 5 ബാത്റൂം വരെ ഈസിയായിട്ട് കണക്ട് ചെയ്യാം ഡൊമസ്റ്റിക് മോഡൽസിന്. ഇതിന്ന് വലിയ മാർക്കറ്റ് ഡിമാൻഡിലാണ് പോകുന്നത്. വീടുകൾക്ക് എസ്പെഷ്യലി ലക്ഷറീസ് ഹോംസ്, വില്ലാസ്, ഈ ഹോസ്പിറ്റൽസ് എല്ലായിടേക്കും സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇതൊരു നല്ല പ്രൊഡക്റ്റാണ്. നമുക്ക് എന്തായാലും സോളാറിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ നമുക്ക് മഴക്കാലത്തും ഫുൾ ടൈം നമുക്ക് ഗ്യാരണ്ടീഡ് ആണ്.